ഇവിടെയാണ് ദൈവത്തിൻ്റെ ജ്ഞാനത്തിലൂടെ മാത്രമേ നമ്മുടെ ദൈവികമായ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ, ഭൗതികമായ കാര്യങ്ങളിലും മനസ്സിലാവുകയുള്ളൂ. പെട്ടെന്ന് മനസ്സിലാകാവുന്ന ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ സാധാരണ നമ്മൾ ജനങ്ങളുടെ ബുദ്ധിമുട്ട് എന്താ? സാമ്പത്തിക പ്രശ്നം, കടബാധ്യത, ജോലിയില്ല, വീടില്ല, കുടുംബ പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കുറേ കേസുകളാണ്. എന്തുകൊണ്ട് ഇതെല്ലാം ഉണ്ടാകുന്നു? ഇതെല്ലാം ഉണ്ടായതിൻ്റെ ഒരു കാരണം ദൈവത്തിൻ്റെ ജ്ഞാനം ചോദിക്കാതെ, ദൈവത്തിൻ്റെ ഹിതമറിയാതെ നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ ചില കാര്യങ്ങൾ നമ്മൾ നടത്തി. നമ്മളത് നടത്തുന്ന നേരത്തെ ആൾക്കാർ വന്ന് പറയും, അത് സാറേ ഒരു 2 ലക്ഷം രൂപ ഇറക്കിയ 3 മാസം കൊണ്ട് ഞാൻ ഡബിളാക്കി തരും. ആഹാ, നല്ല കാര്യമാണല്ലോ. പെട്ടെന്ന് എടുത്ത് 2 ലക്ഷം രൂപ കൊടുത്തു. അത് കഴിഞ്ഞ് ആളെയും കാണാനില്ല, എങ്ങും. എന്നാൽ ഈ ധൃതി പിടിച്ച് കൊടുത്തതിൻ്റെ ചേട്ടന് നമുക്ക് നമ്മുടെ അടുത്ത് പരിചയമുള്ള ആളല്ലേ, നമുക്ക് നല്ല വിശ്വസിക്കാവുന്ന ആളാണ്. ഒരു എഴുത്തോ ഒരു സിഗ്നേച്ചറോ ഒരു ചീട്ട് പോലും എഴുതി മേടിച്ചില്ല. കാരണം നമുക്ക് നല്ല വിശ്വാസമല്ലേ. ഈ ആൾ മുങ്ങി. നമ്മൾ ഈ കാശ് വേറെ എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് വെച്ചതായിരുന്നു. ഒരു 3 മാസം കൊണ്ടൊന്നും മറിച്ച് ഡബിളാക്കി കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഡബിള് പോയിട്ട് പൊടി പോലും കിട്ടിയില്ല കാശിന്. ചിലവർ ലക്ഷങ്ങളല്ല കോടികളാണ് ഇതിൽ വെട്ടുകിടക്കുന്നത്. എന്നിട്ട് കിട്ടാണ്ടായപ്പോൾ നമ്മൾ കുറേ പ്രാവശ്യം ഫോൺ ചെയ്ത് കിട്ടണില്ല, അവിടെ പോയി ബഹളം ഉണ്ടാക്കി കിട്ടണില്ല, ആളെ കാണാനില്ല. അപ്പോഴേക്കും നമുക്ക് പ്രഷർ കൂടി, ഹാർട്ട് അറ്റാക്ക് പോലെയായി, പല രോഗങ്ങളും ആയാൻ തുടങ്ങി. നമ്മളെന്തോരം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കാശാണ്, ഒരുപക്ഷെ മോളുടെ കല്യാണത്തിന് വേണ്ടി വെച്ച കാശാണ്. അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി വെച്ചത്. ഇപ്പം ഇത് ജ്ഞാനമാണോ? എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി? ജ്ഞാനത്തിൻ്റെ കുറവ് കൊണ്ടാണ്. ഇതൊരു ഭൗതിക തലത്തിലാണ്. ആത്മീയ തലത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, അവരെ പുറത്താക്കി, ശിക്ഷിച്ചു. ആ വചനത്തെ ഒന്ന് നോക്കി. ഞാനൊരു സഹോദരിയെ കണ്ടു. അവർ ഈ വചനത്തിൻ്റെ അടിവരയിടും, കളർ ചെയ്യും. മാത്രമല്ല, ഇപ്പം നമ്മൾ ഈ സിസ്റ്ററിൻ്റെയൊക്കെ ബൈബിൾ വേണമെങ്കിൽ വന്ന് നോക്കിക്കോ. അതൊന്ന് കൊണ്ടുവന്ന് ആ ബൈബിള് അത് കണ്ടു കഴിഞ്ഞാൽ കാണാൻ തന്നെ ഒരു രസമാണ് ആ ബൈബിള്. അത് എന്തെല്ലാം നിറങ്ങളാണ് സിസ്റ്റർ അതിന് കൊടുത്തേക്കണമെന്ന് കാണിച്ചുതരാം. എവിടെയാണ് കൂടുതൽ നിറമുള്ളത്? 14 ഇതുണ്ട്. ചുമ്മാ എടുത്ത് നോക്കിയത് കണ്ടോ? കണ്ടോ? വചനങ്ങൾക്കൊക്കെ നിറം കൊടുത്തേക്കണം. എന്തുകൊണ്ടാ? അത്രയും സ്നേഹിക്കണോണ്ടായിരിക്കും. ഇതുണ്ടോ? അയ്യോ, ഇത് നോക്കിയേ, ഇത് യോഹന്നാനായിരിക്കും അല്ലേ? ഏതാ? ലൂക്ക. അപ്പം ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള നിറങ്ങളെല്ലാം കൊടുത്ത്. അപ്പം ആ സഹോദരി എന്നിട്ട് ഞാൻ കണ്ട അവർ ഈ വചനത്തിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഒരു വിരൽ വെച്ചും കൊണ്ട് ഇങ്ങനെ തൊട്ട് വീണ്ടും ഇങ്ങനെ. അതെന്താ ഇങ്ങനെ? ഞാൻ വചനം, ദൈവമായ വചനത്തെ ഞാനൊന്ന് തൊടുകയാണ്. ഞാനൊന്ന് തൊടുന്നു. ചിലപ്പോൾ നമുക്ക് തോന്നും ഭ്രാന്താണെന്നൊക്കെ തോന്നും. പക്ഷേ എനിക്ക് മനസ്സിലായി അവൾ എന്താണ് അവളുടെ ഉള്ളിൽ പറയണത്. ഇതാണ് യോഹന്നാൻ പറഞ്ഞത്. എന്താണ്? ഞങ്ങൾ ഈ പ്രഘോഷിക്കുന്നത് ഞങ്ങൾ കണ്ണുകൊണ്ട് കാണുകയും കൈകൾ കൊണ്ട് സ്പർശിച്ച ആ വചനമാകുന്ന ദൈവത്തെയാണ്. അപ്പം ഈ വചനം ദൈവമാണെന്ന് വിശ്വസിക്കുകയാണ്. ആ വചനത്തിൻ്റെ ഉള്ള് നമുക്കറിയണമെങ്കിൽ ആ സ്നേഹം വേണം. ആ വചനത്തോട് സ്നേഹവും അതിനെ തൊട്ട് അതിൻ്റെ ഓരോ വാക്കിൻ്റെയും ആഴമായ അർത്ഥം ഗ്രഹിക്കാനുള്ള ഒരാകാംക്ഷ, അതിനാണ് ജ്ഞാനമെന്ന് പറയുന്നത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ 11 പറയുന്നുണ്ടത്. ജ്ഞാനം 6:11. ജ്ഞാനം 6:11. എൻ്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ, അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ. അവയോട് എന്റെ വചനങ്ങളിൽ ഒന്ന് എല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞേ, കരമുയർത്തി. എന്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ, അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ. നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ദൈവമാണെന്നും
ആ വചനത്തിൻ്റെ ഉള്ളടക്കം ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. ജ്ഞാനം, ദൈവത്തിൻ്റെ ജ്ഞാനം തന്നെയാണ്. ആ ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളിലേക്ക് മാംസമാകണം. അതാണ് വചനം മാംസമായി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ആ ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളിൽ നിറയണം. അത് പരിശുദ്ധാത്മാവിലൂടെ. അതുകൊണ്ടാണ് യേശയ്യായിൽ പറയുന്ന ഈ വരാനിരിക്കുന്ന യേശു ആരാ? ഈ വരാനിരിക്കുന്നവനെ കുറിച്ചുള്ള പ്രവചനങ്ങളാണ് പഴയ നിയമം. അത് വായിക്കണം. വായിച്ചിട്ട് അവിടെ തന്നെ സംതൃപ്തി അടയുകയല്ല വേണ്ടത്. ആരാണത്? യേശയ്യായിലും പഴയ നിയമത്തിൽ മുഴുവനും എഴുതിയിരിക്കുന്നത് വരാനിരിക്കുന്ന ഒരാളെക്കുറിച്ച്. ആ ആള് വന്നു. ഇപ്പം ഞാൻ ഈ ഇടയ്ക്ക് പറയാറുണ്ട്, ഈ ഇടയ്ക്ക് കല്യാണക്കാര്യങ്ങളൊക്കെ വരുന്നു. നമ്മുടെ മോള് ബാംഗ്ലൂരാണ്, കല്യാണക്കാര്യം ചെറുക്കൻ അമേരിക്കയിലാണ്, നമ്മൾ കേരളത്തിലാണ്. എങ്ങനെ പെണ്ണ് കാണും പറയും? പ്രശ്നമല്ലേ? എങ്ങനെ പെണ്ണ് കാണും? അപ്പോൾ പെണ്ണ് പറയാണ് ഞാൻ സ്കൈപ്പിലൂടെ കണ്ടോളാമെന്ന്. ഏത് സ്കൈപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ വാട്സപ്പിലൂടെയോ ഒക്കെ ചെറുക്കനെ കണ്ടോളാം. ചെറുക്കനും പറഞ്ഞ് ഞങ്ങളങ്ങനെ കണ്ടോളാം. ഓക്കെ, നമുക്ക് എന്തെന്ന് തന്നെയാണെന്ന് അറിഞ്ഞൂടെ, എന്നാലും അവരങ്ങനെ സ്കൈപ്പിലൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് ഇഷ്ടമായപ്പോൾ നമ്മൾ കാരണവന്മാർ തമ്മിൽ, വീട്ടുകാർ തമ്മിൽ ചർച്ച ചെയ്ത് കല്യാണം ഉറപ്പിച്ചു. പക്ഷേ കല്യാണം സ്കൈപ്പിലൂടെ നടക്കൂലല്ലോ. കല്യാണത്തിന് ചെറുക്കനും ഇവിടെ വരണ്ടേ? അങ്ങനെ ഈ കല്യാണം ഉറപ്പിച്ചതോടെ പിന്നെ ഇവരെല്ലാ ദിവസവും സംസാരിക്കാനും ചിത്രങ്ങൾ അയക്കാനും തുടങ്ങി. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഓരോ ദിവസവും ചിത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പെൺകൊച്ചി ഇത് പ്രിൻ്റ് ചെയ്ത് നമുക്ക് തന്നു. നമ്മളിവിടെ ചുമരും ഒട്ടിച്ചു വെച്ചു. വീട്ടുകാരും നാട്ടുകാരും ഒക്കെ വരുമ്പോൾ കല്യാണം ഉറച്ചെന്ന് കേട്ടു. ഓ, ദൈവത്തിന് സ്തുതി, കല്യാണം ഉറച്ചു. മണവാളൻ വരും. സമയം സമാഗതമാകുമ്പോൾ അവൻ വരും. അടുത്ത വർഷമേ അവന് സമയം പൂർത്തിയാകുള്ളൂ. അടുത്ത വർഷം അവൻ വരും. എവിടെ ചെറുക്കൻ? ചെറുക്കൻ്റെ യേശയ്യാ പറഞ്ഞിരിക്കുന്ന മാതിരി തന്നെയാണ്. ചെറുക്കൻ്റെ പടം കാണിച്ചു കൊടുത്തു. എടാ, ഇത് മിടുക്കനാണല്ലോ. പിറ്റേ ദിവസം വേറൊരു പടം. ഇതാരയച്ചതാ? ഇത് എസക്കിയേൽ അയച്ച പടമാണ്. പിറ്റേ ദിവസം വേറെ കുറേ പടങ്ങൾ. ഇതെല്ലാം സങ്കീർത്തനത്തിലുള്ള പടങ്ങളാണ്. എന്ന പോലെ ചെറുക്കൻ്റെ കുറേ പടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഈ പടങ്ങളൊക്കെ നമ്മളിവിടെ ഒട്ടിച്ചു വെച്ചേക്കണു. വരുന്ന ആൾക്കാരെല്ലാം കാണിച്ചു കൊടുക്കണു. നമുക്കും കണ്ടിട്ട് ഭയങ്കര സംതൃപ്തിയായി. അങ്ങനെ നമ്മൾ ഈ പടങ്ങളോട് ഭയങ്കര ഇഷ്ടമായി ചെറുക്കൻ്റെ. അങ്ങനെ ഇരിക്കേ ഒന്ന് കൈവീശി കാണിച്ചേ, പറഞ്ഞത് കേട്ടോ? ഈ ചെറുക്കൻ്റെ പടങ്ങൾ, അവൻ വെള്ള ഷർട്ട് ഇട്ടതും, അവൻ ചുവന്ന ഷർട്ട് ഇട്ടതും, അവൻ മീശ വെച്ചതും, അവൻ താടി വെച്ചതും, അവൻ്റെ വിവിധ ഹെയർ സ്റ്റൈലുകളൊക്കെ ഉള്ള ഒരുപാട് പടങ്ങൾ വന്ന് നമ്മളതെല്ലാം കണ്ട് അതിൻ്റെ ലഹരിയിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ സമയം സമാഗതമായി. മണവാളൻ വീട്ടിലേക്ക് വന്നിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഇനി ആര് കാണണം? ഇനി എന്ത് കാണണം? പറയും. മണവാളൻ നമ്മുടെ മുമ്പിലിരിക്കുമ്പോൾ ഈ മണവാളനെ കുറിച്ച് പണ്ട് മണവാളൻ തന്നെ അയച്ചു തന്നിട്ടുള്ള പടം കാണണോ, അതേ മണവാളനെ നേരിട്ട് കാണണോ? അതാണ് പുതിയ നിയമം. അപ്പം എന്താണ് പഴയ നിയമം? പുതിയ നിയമത്തിൽ വരാനിരിക്കുന്ന ഈ മണവാളനെ കുറിച്ച് യേശയ്യാ കുറെ പടങ്ങൾ അയച്ചു, എസക്കിയേൽ അയച്ചു, ഡിട്രോണമി നിയമാവർത്തന ഗ്രന്ഥത്തിൽ മോശ തന്നെ അയച്ചിട്ടിട്ട് കുറെ പടങ്ങൾ. അതും പറഞ്ഞുകൊണ്ടാണ് പത്രോസ് പന്തക്കുസ്ത കഴിഞ്ഞപ്പോൾ പറയുന്നത്, നിങ്ങൾ പറയണ മോശ തന്നെയും അനേകം പ്രവാചകന്മാരും സാമുവൽ അടക്കമുള്ള പ്രവാചകന്മാരും ഈ വരാനിരിക്കുന്നവനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ എന്തുകൊണ്ടാണ് മനസ്സിലാകാത്തത്? അതാണ് എബ്രായ ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ 7 മുതലുള്ള വചനത്തിൽ പറയുകയാണ്. 8-ാം അധ്യായം
7 മുതലുള്ള വചനത്തിൽ പറയുന്നത്, ആദ്യത്തെ ഉടമ്പടി കുറ്റമറ്റതായിരുന്നെങ്കിൽ രണ്ടാമതൊന്നിന് അവസരമുണ്ടാകുമായിരുന്നില്ല. അവിടുന്ന് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അരുളി ചെയ്തു. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ കുടുംബവും യൂദാ കുടുംബവുമായി. എല്ലാവരും ഏറ്റു പറയും, നിങ്ങൾ പറയും, ഞാൻ പറഞ്ഞിട്ട് കാര്യം. ഇസ്രായേൽ കുടുംബവും യൂദാ കുടുംബവുമായി ഞാൻ ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്ന ദിവസങ്ങൾ വരുന്നു. ആ ഉടമ്പടി അവരുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ അവരെ കൈപിടിച്ച് നടത്തിയ ആ ദിവസം അവരുമായി ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കുകയില്ല. എന്തെന്നാൽ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ എന്റെ ഉടമ്പടിയെ ഉറച്ചു നിന്നില്ല. അതുകൊണ്ട് ഞാനും അവരെ ശ്രദ്ധിച്ചില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, ആ ദിവസങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ഭവനവുമായി ഞാൻ ചെയ്യുന്ന ഉടമ്പടി ഇതാണ്. എന്റെ നിയമങ്ങൾ അവരുടെ മനസ്സിൽ ഞാൻ സ്ഥാപിക്കും. അവരുടെ ഹൃദയത്തിൽ ഞാൻ അവ ആലേഖനം ചെയ്യും. ഞാൻ അവർക്ക് ദൈവമായിരിക്കും. അവർ എനിക്ക്. ഒരു മിനിറ്റ്. അപ്പോൾ ഈ നിയമം എന്ന് പറഞ്ഞാൽ ഈ 10 കൽപ്പന മാത്രമല്ല നിയമം എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ആ വചനം തന്നെയായ കർത്താവ്, ആ വചനമാകുന്ന കർത്താവ് ആ വചനത്തെ ഹൃദയത്തിൽ എഴുതുമ്പോൾ ആ വചനം നമ്മളിൽ മാംസം ധരിക്കുന്നു. അങ്ങനെ നമ്മളുടെ ഹൃദയത്തിൽ ദൈവം വസിക്കുന്ന അവസ്ഥ. മോശയ്ക്ക് കൽഫലകകളിലാണ് എഴുതി കൊടുത്തത്, കൽഫലകകളിൽ. എന്നാൽ നമുക്ക് എഴുതി തരുന്നതോ ഹൃദയഫലകങ്ങളിലാണ്. അതാണ് പുതിയ നിയമത്തിൻ്റെ പ്രത്യേകത. ആ പുതിയ നിയമം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അവരുടെ ദൈവമായിരിക്കുകയും അവരെനിക്ക് ജനവും ആരും തന്റെ സഹപൗരനെ സഹോദരനെയോ കർത്താവിനെ അറിയുക എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ടതില്ല. എന്തെന്നാൽ അവരിലെ, എല്ലാവരും നേരിട്ട് പറഞ്ഞുകൊണ്ട്, എന്തെന്നാൽ അവരിലെ ഏറ്റവും ചെറിയവൻ മുതൽ ഏറ്റവും വലിയവൻ വരെ എല്ലാവരും എന്നെ അറിയും. അവരുടെ അനീതികളുടെ നേർക്ക് ഞാൻ കരുണയുള്ളവനായിരിക്കും. അവരുടെ പാപങ്ങൾ ഞാൻ ഒരിക്കലും ഓർക്കുകയുമില്ല. ഒന്നുകൂടി പറഞ്ഞ എല്ലാവരും, അവരുടെ അനീതികളുടെ നേർക്ക് ഞാൻ കരുണയുള്ളവനായിരിക്കും. അവരുടെ പാപങ്ങൾ ഞാൻ ഒരിക്കലും ഓർക്കുകയുമില്ല. ഇത് ഈ വലിയ ആഴ്ചകളിലൊക്കെ നമ്മൾ ഒരുപാട് വായിക്കാൻ പോണ കാര്യമാണ്. നമ്മളുടെ പരിപാടി എന്താ? നമ്മൾ ചില കാര്യങ്ങൾ 1000 പ്രാവശ്യം പറഞ്ഞ് ഓരോരുത്തരെ കുത്തി പറയുന്നുണ്ട്. നീ അന്ന് എന്നോട് അതേമാതിരി ചെയ്തതാണ്. നമ്മളിപ്പോഴും ഓർത്തിരിക്കുകയാണത്. കർത്താവ് ഓർക്കുന്നില്ല. ഈ ഇടയ്ക്ക് പരിശുദ്ധ പിതാവ് പറഞ്ഞു, എനിക്ക് കർത്താവിനോട് ചില സമയത്തൊരു തമാശ തോന്നാണ്. എന്താ തമാശ? അങ്ങേക്ക് ഈ ഓർമ്മ കുറവാണല്ലേ, അങ്ങേക്ക് ഓർമ്മ ഇല്ല അല്ലേ. ഇപ്പം നമ്മൾ ചിലരോട് പറയാറില്ലേ, അവർക്ക് എന്തോ ഓർമ്മ കുറവ് എന്നുള്ള അർത്ഥത്തിലാണ്. ഈ കർത്താവിന് ഓർമ്മ കുറവുണ്ടല്ലേ. കാരണം നമ്മൾ ചെയ്ത തിന്മകളൊന്നും അദ്ദേഹത്തിന് ഓർമ്മയില്ല. ഈ വചനത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞത്. ഈ വചനം വായിച്ചുകൊണ്ട് പറയാണ്, കർത്താവിനെ കുറച്ച് ഓർമ്മക്കുറവിൻ്റെ അസുഖമുണ്ട്. അത് അസുഖമായിട്ടല്ല കണക്കാക്കേണ്ടത്, കർത്താവിൻ്റെ സ്വഭാവമാണ്. കർത്താവ് പാപമൊന്നും ഓർക്കാറില്ല. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഈ പരിശുദ്ധ പിതാവ് കരുണയുടെ വർഷത്തിൽ മത്തായിയുടെ വീട്ടിൽ ഈശോ ചെന്നിട്ടുള്ള കാര്യം വിവരിക്കുകയാണ്. മത്തായിനെ അവിടുത്തെ നാട്ടുകാരെല്ലാം മഹാപെശകാണ്, ഇവൻ്റെ വീട്ടിൽ പോലും കയറരുത്, ഇവൻ പാപിയാണ്, ഇവൻ അങ്ങനത്തവനാണ്, ഇവൻ ഇങ്ങനത്തവനാണെന്നെല്ലാം പറഞ്ഞ് അങ്ങ് എന്താ പറയാ, ഇവനെ അത്രയ്ക്ക് മോശമായിട്ട് കണക്കാക്കിയിരിക്കണ ഒരാളുടെ വീട്ടിലേക്ക്
കർത്താവ് ഈശോ മിശിഹ അങ്ങ് കടന്നു ചെല്ലുകയാണ്. എല്ലാവർക്കും ഇതെന്ത് ഇവർ ഈ പാപിയുടെ വീട്ടിൽ പോയേക്കണേ. നമ്മുടെ വിഷയം ഇത്രേ ഉള്ളൂ. കർത്താവ് എന്നിട്ട് ഈ മത്തായിയുടെ പാപങ്ങളുടെ ലിസ്റ്റ് എടുത്തോ? മറിച്ച് കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് ആരെ കണ്ടു അവിടെ? കർത്താവ് പാപിയായ മത്തായി ആണോ കാണുന്നത്, അതോ ഒരു അപ്പസ്തോലനായ മത്തായിയോ? അപ്പസ്തോലൻ മത്തായിയെ കർത്താവ് ആരായിട്ടാണ് കാണുന്നത്? തൻ്റെ അപ്പസ്തോലനായിട്ടും തൻ്റെ 4 സുവിശേഷകരിൽ ഒരാളായിട്ടും. ഇതൊക്കെ പരിശുദ്ധ പിതാവ് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പം ദൈവത്തിൻ്റെ കരുണ അത്രയും വലുതാണ്. അവൻ കണ്ടിട്ടും കാണുന്നില്ല. നമ്മുടെ മക്കളെ നമ്മളങ്ങ് സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരെന്തൊക്കെ കുസൃതി കാണിച്ചാലും അത് സാരമില്ല, അത് എൻ്റെ കുട്ടനല്ലടാ, നീ കുഴപ്പമില്ലടാ, അവൻ്റെ കുസൃതി ഒന്നും നമുക്കൊരു ദൂഷ്യമായിട്ട് തോന്നില്ല. വായിച്ചോളൂ, തുടർന്ന് വായിച്ചോ. പുതിയ ഒരു ഉടമ്പടിയെ പറ്റി എല്ലാവരും കരമുയർത്തി ഒന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് പുതിയ ഒരു ഉടമ്പടിയെ പറ്റി പറയുന്നത് കൊണ്ട് ആദ്യത്തേതിനെ അവൻ കാലഹരണപ്പെട്ടതും പഴക്കം ചെന്നതും ആകട്ടെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു. ഷോക്കടിച്ച മരില്ലേ? പഴയ ഉടമ്പടിയാണ് കാലഹരണപ്പെട്ടത്, പഴയ നിയമത്തിൻ്റെ പുസ്തകങ്ങളല്ല. ഈ പഴയ നിയമ പുസ്തകങ്ങളിൽ ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു. ആ ഉടമ്പടി മോശ ആടിൻ്റെ രക്തം തെളിച്ചുകൊണ്ട് സ്ഥിരീകരിച്ച ഉടമ്പടിയാണ്. ആ ഉടമ്പടിയാണോ അതോ കർത്താവ് ഈശോ മിശിഹ തൻ്റെ രക്തം ചേർത്തി ഉണ്ടാക്കിയ ഉടമ്പടിയാണോ? ഏതാ വലുത്? അതാണ് രക്തത്തിലുള്ള ഉടമ്പടി. കാളക്കിടാങ്ങളുടെയും പശുക്കളാങ്ങളുടെയും രക്തം തെളിച്ചും ചത്ത ശരീരമാണ് അവരർപ്പിക്കുന്നത്. ആടിനെ കൊന്നിട്ട് പിന്നെ ചത്ത ബലിയല്ലേ അർപ്പിച്ചത്. എന്നാൽ കർത്താവ് ഈശോ മിശിഹ അർപ്പിച്ച ബലിയോ ജീവിച്ച ബലിയാണ്, ജീവനുള്ള ബലിയാണ്, സജീവ ബലിയാണ്. വേറൊരു ഉദാഹരണം പറയാം. നമ്മുടെ വീട്ടിൽ ഒരു നടന്ന സംഭവം എന്ന് വിചാരിക്കും. ഒരപ്പനും 4 മക്കളുണ്ട്. അപ്പൻ പ്രായമായി, അയ്യോ പോകാണല്ലോ, അപ്പൻ പ്രായമായി കഴിഞ്ഞപ്പോൾ, അസുഖമായി കഴിഞ്ഞപ്പോൾ ഒരു ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഒരു ടെസ്റ്റമെൻ്റ് ഉണ്ടാക്കി, ഒരു വിൽപത്രം ഉണ്ടാക്കി, ഇല്ലേ? സാധാരണ ചെയ്യണമല്ലേ? അങ്ങനെ വിൽപത്രം ഉണ്ടാക്കി ഉള്ള സ്വത്ത് 4 മക്കൾക്കും ഒരു ഭാഗം അമ്മയ്ക്കും എഴുതി വെച്ചു വിൽപത്രം. കാരണം എപ്പോൾ വേണമെങ്കിൽ ഇദ്ദേഹം മരിക്കാം, അസുഖം കൂടി. പക്ഷേ വിൽപത്രമൊക്കെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അദ്ദേഹം മരിച്ചില്ല. പിന്നെ 10 വർഷം കഴിഞ്ഞിട്ടും മരിച്ചില്ല. അങ്ങനെ ആരോഗ്യത്തിൽ ഇരിക്കുമ്പോൾ 10 വർഷം കഴിഞ്ഞപ്പോൾ ഭാര്യ മരിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഇനിയിപ്പോൾ ഈ പഴയ വിൽപത്രം വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവോ? പഴയ വിൽപത്രം അനുസരിച്ച് 4 മക്കൾക്കും ഒരു ഭാഗം ഭാര്യയ്ക്കും. ഒന്ന് കൈവീശി കാണിച്ച്, ഇപ്പോഴെങ്കിലും ഉറങ്ങാതിരിക്കുക, നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ്. എന്താണ്? 4 പേർക്കും ഭാര്യയ്ക്കും, അങ്ങനെ 5 ആയിട്ട് ഭാഗിച്ചിരിക്കുന്നു. ഭാര്യ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇനി ഈ ഭാര്യയുടെ, അതായത് മക്കളെ സംബന്ധിച്ച് ഈ അമ്മയുടെ ഭാഗം ആർക്ക് കിട്ടും? ഒരു ചോദ്യമല്ലേ? വിൽപത്രത്തിൽ അതില്ല. അപ്പം അതുകൊണ്ട് അപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ വിൽപത്രം മാറ്റി എഴുതാമോ ഇല്ലയോ? എഴുതാമോ ചേട്ടന്മാരെ? എഴുതാമോ ഇല്ലയോ? ഓക്കെ. അങ്ങനെ അപ്പൻ ഈ വിൽപത്രം മാറ്റി പുതിയ ഒരു വിൽപത്രം എഴുതി. ഇപ്പം ഞാൻ എന്ത് പറയും? പുതിയ വിൽപത്രം. പഴയതിനെന്ത് പറയും? പഴയ ടെസ്റ്റ്മെൻറ്റ്. ഒന്ന് കൈവീശി കാണിച്ച്, ഒരു ഹല്ലേലൂയ ഉച്ചത്തിൽ പറഞ്ഞ്, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. ശ്രദ്ധിക്കൂ, പഴയ വിൽപത്രം 1. ഇപ്പോൾ ആ പഴയ വിൽപത്രത്തിൽ ഒരു അവകാശി മരിച്ചു പോയിരിക്കണോ, അതുകൊണ്ട് പുതിയ വിൽപത്രം ഉണ്ടാക്കി. അപ്പോൾ ഇതിന് പഴയതും പുതിയതെന്നായില്ലേ പേര്. ഈ പുതിയ വിൽപത്രം, ശ്രദ്ധിക്കണേ ചേട്ടന്മാരെ, ഈ പുതിയ വിൽപത്രം
രജിസ്റ്റർ ആക്കണ്ടേ? രജിസ്റ്റർ ആക്കാൻ രജിസ്റ്റർ ഓഫീസിൽ ചെല്ലുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? പഴയതിനെ റദ്ദാക്കണം. കണ്ടോ? പഴയത് റദ്ദാക്കാതെ പുതിയത് രജിസ്റ്റർ ആക്കാൻ പറ്റുമോ? ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞ എല്ലാവരും ഒന്ന് കരമുയർത്തിയേറ്റ് പറഞ്ഞ്, പഴയത് റദ്ദാക്കാതെ കാലഹരണപ്പെടുത്താതെ പുതിയത് രജിസ്റ്റർ ആക്കാൻ പറ്റുമോ? സിമ്പിൾ കോമൺ സെൻസ്. കാരണം ഒരേ സ്ഥലം, ഒരേ അപ്പൻ, ഒരേ മക്കൾ, അവരുടെ പേരിൽ 2 വിൽപ്പത്രം എങ്ങനെ ഉണ്ടാവണേ? പറയും. അതാണ് പഴയ ഉടമ്പടിയെ കാലഹരണപ്പെടുത്തിയതിന് ശേഷമാണ് പുതിയ ഒരു ഉടമ്പടി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഏത് ഉടമ്പടിയാണ് നമ്മൾ പാലിക്കേണ്ടത്? പുതിയ ഉടമ്പടി. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ബൈബിളിൻ്റെ ഒരു ആകത്തുക മനസ്സിലാക്കേണ്ടത്. പഴയ നിയമത്തിൽ എഴുതപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ പുതിയ ഉടമ്പടിക്ക് വേണ്ടിയുള്ള ഒരു ഒരുക്കമായിരുന്നു. കാറ്റഗിസത്തിൽ 1965 എന്ന് വായിക്കാം. 1965 അല്ലെങ്കിൽ 64 ആദ്യം വായിക്കാം. 1964 എവിടെ പോയി? ഈശ്വരൻ എഴുന്നള്ളിച്ച് വയ്ക്കാൻ വരാൻ പറയാം അച്ഛനെ. വഴിക്ക് സമയമായി, 4 മണിക്ക് നിർത്തണം, മണി 3:45. പഴയ നിയമം സുവിശേഷത്തിന് വേണ്ടിയുള്ള ഒരു തരം ഒരുക്കമാണ്. പഴയ നിയമം സുവിശേഷത്തിന് വേണ്ടിയുള്ള ഒരു തരം ഒരുക്കമാണ്. നിയമം അവർക്ക് ഒരു ശിക്ഷണവും ഭാഷാ കാര്യങ്ങളുടെ പ്രവചനവുമായിരുന്നു. ഓക്കെ, പഴയ നിയമം പുതിയ ഉടമ്പടിക്ക് വേണ്ടിയുള്ള ഒരുക്കമായിരുന്നു. ഇനി 1965 വായിച്ചു. പുതിയ നിയമം അഥവാ സുവിശേഷ നിയമം ലോകത്തിൽ സ്വാഭാവികമായി ആവിഷ്കൃതമായ ദൈവിക നിയമത്തിന്റെ പൂർത്തീകരണമാണ്. അത് ക്രിസ്തുവിന്റെ പ്രവൃത്തിയാണ്. അത് പ്രത്യേകമാം വിധം മലയിലെ പ്രസംഗത്തിൽ പ്രകാശിതമായിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ തന്നെ ഈ പുതിയ നിയമത്തിൽ വായിച്ചിട്ട് അതിലെഴുതിയിട്ടുണ്ട് ഇത് പ്രവാചകൻ പറഞ്ഞത് പൂർത്തിയാകാൻ വേണ്ടിയാണ് എന്നുള്ള ആ ഭാഗമെടുത്ത് വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഓ, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് പൂർത്തിയാകാൻ വേണ്ടിയാണ്. ഔസേപ്പേ, നിന്റെ ഭാര്യ ഗർഭം ധരിച്ചിരിക്കുന്നു എന്ന് മാലാഖ പറഞ്ഞപ്പോൾ ഉടനെ ഔസേപ്പ് ചാടി എഴുന്നേറ്റ് ഉറക്കത്തിന്ന്, എൻ്റെ കർത്താവേ, ഓ, ആ യേശയ്യായിൽ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഭാര്യയിൽ പൂർത്തിയാകുന്നു. ഓ കർത്താവേ, ഞാൻ സ്വീകരിക്കുന്നു. മനസ്സിലായോ? പഴയത് പൂർത്തിയായി. അങ്ങനെ നമ്മൾ ബൈബിൾ പഠിക്കുമ്പോഴാണ്, ആഹാ, അവിടെ പറഞ്ഞിരിക്കുന്നതാണല്ലേ ഇവിടെ പൂർത്തിയായത്. അങ്ങനെ നമ്മുടെ ഉള്ളിലൊരു വിശ്വാസമുണ്ടാവും, ദൈവം അരുളി ചെയ്ത കാര്യങ്ങളെല്ലാം പൂർത്തിയാകുക തന്നെ ചെയ്യും. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം, അല്ലെങ്കിൽ നമുക്ക് മുട്ടുകുത്തി ഈശോയെ ആരാധിക്കാം. നമ്മൾ ഈശോ സക്രാരിയിലാണ്. ആ ഈശോ തന്നെയാണ് ആ കല്ലറയിൽ കടന്ന ഈശോ, ഉയർത്തെഴുന്നേൽത്ത ഈശോ ഇവിടെയുണ്ട്. നമുക്ക് സ്വതന്ത്രമായൊന്ന് സ്തുതിച്ചുകൊണ്ട് ഈശോയെ ആരാധിച്ച് കുറച്ച് സമയം പ്രാർത്ഥിക്കാം. 4 മണിക്ക് നമ്മൾ നിർത്താൻ പോവുകയാണ്. മുട്ടുകുത്തി ആരാധിക്കാം. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമിന്റെ സർവസ്വവും മുൻപിലാണ് കുമ്പിടും. ദൈവം നമ്മുടെ ഹൃദയത്തിലുണ്ട്, നമ്മുടെ ആത്മാവിലുണ്ട്. സർവസ്വവും മുൻപിൽ
അണച്ച് കുമ്പിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട്, ഓ യേശുവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, യേശുവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, യേശുവേ ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ. പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഞങ്ങൾ സമർപ്പിക്കുന്നു. എന്നാൽ അതോടൊപ്പം ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നവ, കണ്ണ് കാണാത്തതും കാത് കേൾക്കാത്തതും മനുഷ്യ മനസ്സിനെ നിരൂപിക്കുക പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത് ഉടനെ ഞങ്ങൾക്ക് തരണമേ. ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ദൈവമേ ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നു. അങ്ങ് രാജാതി രാജനാണ്, അങ്ങ് സത്യനാണ്, അങ്ങ് പ്രകാശമാണ്, അങ്ങ് ജീവന്റെ ഉറവിടമാണ്.